ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുവീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്ന കേരള ബഡ്ജറ്റ് ആണ് കേട്ടോ. 2023-2024 കേരള ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള KN ബാലഗോപാലനാണ് കേട്ടോ. ഇനീഷ്യൽ ഇമ്പോർട്ടന്റ് ആണ്, KN ബാലഗോപാലനാണ്. കേരള ബഡ്ജറ്റ് അല്ലേ, അപ്പൊ കെ വെച്ചിട്ട് തന്നെ KN ബാലഗോപാലൻ. ഇനി അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2 മണിക്കൂർ 18 മിനിറ്റ് ആണ്. ഓക്കെ, എത്രയാണ്? 2 മണിക്കൂർ 18 മിനിറ്റ്. 2 മണിക്കൂർ ഓർത്ത് വെക്കുക, 18 മിനിറ്റ് ആണ്. നമ്മൾ ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ബഡ്ജറ്റ് അത് നമ്മൾ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്നാലോ കേട്ടോ. അപ്പൊ 8 വെച്ചിട്ട് 8 അല്ല 18 ആണ്. ഓർത്ത് വെക്കുക, 18 മിനിറ്റ് എന്നുള്ളത് ഓർക്കുക. അടുത്ത് നോക്കാം, ബഡ്ജറ്റ് പുസ്തകത്തിൽ മുഖചിത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ശില്പം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേർഡ് ഇൻ സ്പേസ് ആണ്. ബഡ്ജറ്റ് പുസ്തകത്തിൽ മുഖചിത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ശില്പം ഏതാണ്? ബേർഡ് ഇൻ സ്പേസ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കുറച്ച് പദ്ധതികളാണ്. നേർക്കാഴ്ച പദ്ധതി, അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. നേർക്കാഴ്ച, കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ആണ്. നമുക്ക് എന്താ നോക്കാം. എല്ലാ കുടുംബങ്ങളുടെയും കാഴ്ച പരിശോധിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് നേർക്കാഴ്ച പദ്ധതി. കിട്ടിയല്ലോ. അടുത്തത് വർക്ക് ഫ്രം ഹോളിഡേ ഹോം. ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ടൂറിസം ആണ്. വർക്ക് ഫ്രം ഹോളിഡേ ഹോം എന്ന് പറഞ്ഞുള്ള ഒരു പദ്ധതിയുണ്ട്. അത് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയാണ് കേട്ടോ. നമ്മൾ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഹോളിഡേ ഹോം. അപ്പൊ ഹോളിഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടൂറിനൊക്കെ പോകല്ലോ. അങ്ങനെ ടൂറിസം ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദേശ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഓൺലൈനിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിക്ക് 10 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വർക്ക് ഫ്രം ഹോളിഡേ ഹോം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ടൂറിസം ആണ്. ഇതിൽ അനുവദിച്ചിട്ടുള്ളത് 10 കോടി രൂപയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നേർക്കാഴ്ച പദ്ധതി പഠിച്ചു, വർക്ക് ഫ്രം ഹോളിഡേ ഹോമും പഠിച്ചു. അടുത്തത് ഗ്രീൻ ഹൈഡ്രജൻ സ്കീമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിന് 200 കോടി രൂപ പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എവിടേക്കാണ് സ്ഥാപിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ ഹബ്ബുകൾ? കൊച്ചിയിലും തിരുവനന്തപുരത്തും. നമുക്കറിയാം കൊച്ചി ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും അത്യാവശ്യം പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളാണ് അല്ലെ. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഹബ്ബുകളൊക്കെ സ്ഥാപിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ, എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ഹൈഡ്രജൻ കേട്ടോ. ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്താണ്. 200 കോടി രൂപയാണ് പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കാം, അങ്കണം പദ്ധതിയാണ്. അങ്കണം എന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അങ്കണവാടി ജീവനക്കാർക്കുള്ള അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം പദ്ധതി. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സ്കീമിൽ പറഞ്ഞിട്ടുള്ളത് ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 100 കോടി അനുവദിച്ചിട്ടുള്ളതാണ്. മേക്ക് ഇൻ കേരള, കേരളത്തിൽ തന്നെ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടാനും നമ്മുടെ എംപ്ലോയ്മെന്റ് ഒക്കെ കൂട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഏത് ജില്ലയിലാണ് രാജ്യാന്തര നിലവാരമുള്ള സുവോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിൽ എവിടെയാ? പുത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പൊ പുതിയ സുവോളജിക്കൽ പാർക്ക് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. പുത്തൂര്, പുതിയ എന്നുള്ള രീതിയിൽ കേട്ടോ. പുത്തൂര് സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം, കൊല്ലത്തിന്റെ വ്യാപാര ചരിത്രം വിശദമാക്കുന്ന ചരിത്ര മ്യൂസിയം തങ്കശ്ശേരിയിൽ സ്ഥാപിക്കുന്നു കേട്ടോ. അപ്പൊ കൊല്ലത്തിന്റെ വ്യാപാര ചരിത്രം വിശദമാക്കുന്ന ചരിത്ര മ്യൂസിയം തങ്കശ്ശേരിയിൽ സ്ഥാപിക്കും. ഈ ചരിത്ര മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ തങ്കം കൊണ്ടുള്ള പല സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടെ. തങ്കശ്ശേരിയിൽ സ്ഥാപിക്കും. അടുത്ത പോയിന്റ് നോക്കാം, 2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ചേന്നമംഗലം കൈത്തറി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയാണ്. 2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ചേന്നമംഗലം കൈത്തറി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. അപ്പം ഈ ചേന്നമംഗലം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചേന എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം കേട്ടോ. ഈ ചേനയൊക്കെ ഈ കുളത്തിന്റെ സൈഡിലൊക്കെ ഉണ്ടായെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ചേന്നമംഗലം കൈത്തറി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 2040 കൂടി കേരളം 100% റിന്യൂവബിൾ എനർജി ഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് 2040 കൂടി കേരളം 100% റിന്യൂവബിൾ എനർജി ഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറും. നമുക്കറിയാലോ, റിന്യൂവബിൾ റിസോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺലൈറ്റ് അതുപോലെ തന്നെ വിൻഡ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ്? 2040 കൂടി കേട്ടോ. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിനെ കുറിച്ച്. ഈ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ലെങ്ത് ഒന്ന് അറിഞ്ഞിരിക്കുക. 616 കിലോമീറ്റർ ആണ് കേട്ടോ. 616 കിലോമീറ്റർ ആണ്. ബേക്കൽ മുതൽ കോവളം വരെയാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ബേക്കൽ മുതൽ കോവളം വരെയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. ബേക്കൽ മുതൽ കോവളം വരെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് 100%
നമ്മുടെ കേരള റിന്യൂവബിൾ എനർജി ഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് 2040 കൂടി. അതേപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ 616 കിലോമീറ്റർ ആണ് ബേക്കൽ മുതൽ കോവളം വരെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ. നമ്മൾ നേരത്തെ തൃശ്ശൂരിനെ കുറിച്ച് എന്തോ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു? ഏറ്റവും വലിയ രാജ്യാന്തര ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് വരാൻ പോകുന്നത് തൃശ്ശൂർ പുത്തൂരാണ് അല്ലെ. ഇനി അടുത്ത പോയിന്റ്, റൈസ് ടെക്നോളജി പാർക്ക് ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഏതൊക്കെ ജില്ലകളാണ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തൃശ്ശൂര്, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് കേട്ടോ. അപ്പൊ റൈസ് ടെക്നോളജി പാർക്ക് ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ള എവിടേക്കാണ്? പാലക്കാടൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. തൃശ്ശൂര്, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് കേട്ടോ. തൃശ്ശൂര്, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. AKGയുടെ ജീവിതവും പോരാട്ടങ്ങളും അടയാളപ്പെടുത്തുന്ന AKG മ്യൂസിയം സ്ഥാപിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെരളശ്ശേരിയാണ്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് കേട്ടോ. AKG മ്യൂസിയം സ്ഥാപിക്കുന്ന എവിടെയാണ്? പെരളശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ്. അടുത്ത പോയിന്റ്, 1915 കല്ലുമാല സമരത്തിന്റെ കല്ലുമാല സ്ക്വയർ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പീരങ്കി മൈതാനത്താണ്. കൊല്ലം ജില്ലയിലെ പീരങ്കി മൈതാനത്താണ് കല്ലുമാല സ്ക്വയർ നിർമ്മിക്കുന്നത്. എവിടെയാണ്? പീരങ്കി മൈതാനം. ഓക്കെ, അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഈ പീരങ്കിയിലൊക്കെ ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ട് പീരങ്കി യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കല്ലുമാല സ്ക്വയർ നിർമ്മിക്കുന്ന എവിടെയാണ്? പീരങ്കി മൈതാനം. അടുത്ത പോയിന്റ് നോക്കാം. പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഫിഷ് മില്ല് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപുഴയിലാണ്. ഫിഷ് മിൽ പ്ലാന്റ്, ഫിഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പുഴയിലായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓർക്കുക, ആറാട്ടുപുഴയിലാണ് കേട്ടോ. ആറാട്ടുപുഴയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. മിഷൻ 1000 സ്കീം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്ത് നിലവിലുള്ള സംരംഭങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള 1000 സംരംഭങ്ങൾക്ക് 4 വർഷം കൊണ്ട് 1 കോടി രൂപ വിറ്റുവരവ് കൈവരിക്കുന്ന രീതിയിലുള്ള ഒരു സ്കെയിൽ ആപ്പ് പാക്കേജ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മിഷൻ 1000 സ്കീം. അതായത് 1000 സംരംഭങ്ങൾക്ക് 4 വർഷം കൊണ്ട് 1 കോടി രൂപ വിറ്റുവരവ് കൈവരിക്കുന്ന രീതിയിലുള്ള ഒരു സ്കെയിൽ ആപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള മിഷൻ 1000 സ്കീം. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. പാംസ് ആണ്. പാംസിന്റെ ഫുൾ ഫോം എന്താ? പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ. എന്താണ്? പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഈ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പാർക്ക് വേർഷൻ 2.0യുടെ അതിന് ധനകാര്യ വകുപ്പ് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാംസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ ഇത് സ്പാർക്ക് വേർഷൻ 2.0 നടപ്പിലാക്കുന്നതിനായിട്ട് ധനകാര്യ വകുപ്പ് 2 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഹരിത കേരളം, ആർദ്രം, ലൈഫ്, വിദ്യാകിരണം എന്നീ 4 മിഷനുകളും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവും ഏകോപിപ്പിച്ച് ആരംഭിച്ചിട്ടുള്ള നവകേരള കർമ്മ പദ്ധതി 2 പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എത്ര കോടിയാണ്? 10 കോടി. ഏതൊക്കെയാണ് മിഷൻസ്? ഹരിത കേരളം, ആർദ്രം, ലൈഫ്, വിദ്യാകിരണം, അതുപോലെ തന്നെ റീബിൽഡ് കേരള. ഇതെല്ലാം യുണൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് നവകേരള കർമ്മ പദ്ധതി 2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. തേങ്ങയുടെ സംഭരണ വില 34 രൂപയാണ്. തേങ്ങയുടെ സംഭരണ വില എത്രയാണ്? 34 രൂപ കേട്ടോ. 34 രൂപ. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, എല്ലാവരും കമന്റ് ചെയ്യുക. കല്ലുമാല സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അതുപോലെ തന്നെ സ്ഥലം ഏതാണ്? എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് വായിച്ച് മൈൻഡിൽ സെറ്റ് ആക്കുക. അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ കേന്ദ്ര ബഡ്ജറ്റിന്റെ കോഡ് വെച്ചുള്ള വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.